ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നമ്മൾ പലർക്കും പലതും ചെയ്തു കൊടുക്കുന്നവരാണ്. എന്നാൽ കർത്താവിന് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? കർത്താവിന് നാം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക അത്ര പ്രയാസകരമായ സംഗതി ഒന്നുമല്ല. ദൈവത്തിന് ഞാൻ എന്താണ് കൊടുക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും ഈ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക. ഞാൻ ദൈവത്തിന് കുറേ പണം കൊടുത്തിട്ടുണ്ട്, കുറേ നേർച്ച കാഴ്ചകളും വഴിപാടുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മൾ ആശ്വസിക്കുകയും ചെയ്തേക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിലാക്കുക. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുള്ളതെല്ലാം എനിക്കാണ് ചെയ്യാതിരുന്നത്. ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത് എന്നും കൂടെ ആ വാചകത്തിന് അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു സാധുവിന് നിഷേധിക്കപ്പെടുന്ന എല്ലാ നീതിയും ദൈവത്തിന് നിഷേധിക്കപ്പെട്ട നീതിയാണ്. വിശക്കുന്നവന് നിഷേധിക്കപ്പെട്ട അപ്പം ദൈവത്തിന് നിഷേധിക്കപ്പെട്ടതാണ്. ദാഹിക്കുന്നവന് നിഷേധിക്കപ്പെട്ട വെള്ളം ദൈവത്തിന് നിഷേധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ നഗ്നന് നിഷേധിക്കപ്പെട്ട വസ്ത്രം ദൈവത്തിന് നിഷേധിക്കപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അർഹതപ്പെട്ട സാധുക്കൾക്ക് നിഷേധിച്ചതെല്ലാം ദൈവത്തിനാണ് നിഷേധിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും നഗ്നനായും രോഗിയായും അഗതിയായും നിരാലംബനായും ഒക്കെ നിർത്തിയിരിക്കുന്നില്ലേ? നമ്മുടെ ജീവിതം ഇങ്ങനെയാണോ ആത്മീക വിജയം നേടേണ്ടത്? തകർന്ന ജീവിതങ്ങളെ കരുതി കാത്ത് സംരക്ഷിച്ച് നാം ദൈവസന്നിധിയിൽ നമ്മുടെ കടം വീട്ടേണ്ടതുണ്ട്. ഇന്നോളം അതായില്ലെങ്കിൽ ഇനി അതാകണം. അതിനുള്ള മനസ്സും തീരുമാനവുമൊക്കെ നമ്മിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം ദൈവസന്നിധിയിൽ വിജയകരമായി തീരുന്നത്. നാം പലപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് വേറിട്ട് നമുക്ക് എത്രത്തോളം സമ്പാദിക്കാം, നമുക്ക് എത്രത്തോളം നേടാം എന്ന് ചിന്തിക്കുന്നവരാണ്. നാം പലർക്കും പലതും കൊടുക്കുന്നുണ്ട്. എന്നാൽ കൊടുക്കുന്നതെല്ലാം സ്വന്തത്തിന് വേണ്ടിയാണ്. അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നത് അവന് വേണ്ടി തന്നെ സ്വരൂപിക്കപ്പെടുകയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതും അവന് വേണ്ടി തന്നെ സ്വരൂപിക്കപ്പെടുകയാണ്. എന്നാൽ അഗതിക്ക് കൊടുക്കുമ്പോൾ അത് ദൈവം സ്വീകരിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തെ നന്നായി ഒന്ന് പരിശോധിക്കണം. നാം ഇപ്രകാരം അർഹതപ്പെട്ടവരിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ഈ പുതിയ വർഷത്തിൽ സാധ്യമാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മികത ദൈവസന്നിധിയിൽ അംഗീകാരപ്രദം ആയിത്തീരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പറയച്ച.